ആലപ്പുഴയിലെ SDPI പ്രവർത്തകൻ ഷാനിന്റെ കൊലപാതക കേസിൽ പ്രതികളായ RSS പ്രവർത്തകർക്ക് ജാമ്യം. 4 പ്രതികൾക്കാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബാലഗോപാൽ, കർശന ബാധ്യതകളോടെയാണ് ജാമ്യത്തെ എതിർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആലപ്പുഴ ഷാൻ വധക്കേസിലെ പ്രതികളായ 4 RSS പ്രവർത്തകർക്കാണ് സുപ്രീം കോടതി ഇന്ന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ആണ് ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ ഇവർക്ക് ജാമ്യം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ആ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. ഈ കർശന വ്യവസ്ഥകളോടാണ് ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഈ പ്രതികൾക്ക് സുപ്രീം കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറം എന്തെങ്കിലും ജാമ്യ വ്യവസ്ഥകൾ കൂടി ചേർക്കണമെങ്കിൽ അതിന് വിചാരണ കോടതിക്ക് അധികാരം ഉണ്ടായിരിക്കുമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി. ആലപ്പുഴയിലെ SDPI പ്രവർത്തകൻ ഷാനിന്റെ കൊലപാതക കേസിലെ പ്രതികൾക്കാണ്, RSS പ്രവർത്തകരായ പ്രതികൾക്കാണ് കോടതി ജാമ്യം അനുവദിച്ച. കർശന ബാധ്യതകളോടെയാണ് ജാമ്യം. ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.